പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ 4 വർഷ ബിരുദ പ്രവേശനത്തിനോടനുബന്ധിച്ചുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്കുള്ള 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതാത് കോളേജിൽ 9/8/2024 വൈകുന്നേരം 3 മണിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്ത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒരു പുതിയൊരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കോളേജിൽ നിർബന്ധമായിട്ട് അഡ്മിഷൻ എടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് പ്രകാരമാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എവിടെയാണോ ലഭിച്ചത് അവിടെ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ നിങ്ങൾ ആദ്യത്തിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലൊക്കെ അങ്ങനെയാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതിരിക്കാനും കഴിയുന്നതാണ്. അഡ്മിഷൻ എടുക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതുമാണ്. പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അവരെ ഒരിക്കലും ഇത് കഴിഞ്ഞിട്ടുള്ള എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.